എല്ലാവർക്കും നമസ്കാരം. സമുദ്രയാത്രയുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡുബ്രോണിക്കിലാണുള്ളത്. നമ്മളിപ്പോൾ ഡുബ്രോണിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഞാൻ കാര്യമായി സംസാരിക്കുന്നില്ല. നമ്മൾ പോകുന്നത് ഹൈവേയിൽ നടന്നാണ് പോകുന്നത്. ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂടുതൽ വ്ളോഗിങ് രീതിയിൽ ഞാൻ ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബോറിംഗ് ഉണ്ടാകും. പക്ഷെ എന്നാലും ഇതിൻ്റെ ഈ വഴികൾ ഇവിടുത്തെ ഇതൊരു പ്രധാനപ്പെട്ട വഴിയിലൂടെയാണ് പോകുന്നത്. പക്ഷേ 2 വഴി കൂടെ നമുക്ക് പോകാം. ഇപ്പം ഞാൻ കുറച്ചും കൂടി ഹയർ, അതായത് കുറച്ചും കൂടി പൊക്കത്തിലുള്ളൊരു എന്താ പറയുക വഴി കൂടെ പോകുന്നത്. പക്ഷെ തിരിച്ചു വരുന്നത് ഒരു താഴ്ന്ന പ്രദേശത്തൂടെ, ഒരു കടലിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി കൂടെ പോകുന്നത്. ഇതിപ്പോൾ ഒരു മലയുടെ ചെരുവിലാണ് ഈ നഗരം ഇരിക്കുന്നത്. നമ്മുടെ മൂന്നാർ പോലെ തന്നെ മലയും ചെരുവ്, അല്ലെങ്കിൽ നമ്മുടെ ഷിംലയൊക്കെ പോലെയുള്ള ഒരു സ്ഥലത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ വളരെ വെൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു സ്ഥലമാണത്. അതായത് ആ ഒരു ഡെവലപ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ അത് ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകുന്നു. പിന്നെ ഇവിടുത്തെ നഗരത്തിൽ എപ്പോഴും കാണുന്നതായിരിക്കും, ഇപ്പോൾ തന്നെ നമ്മളൊരു സ്റ്റെപ്പുകളായിരിക്കും. എല്ലായിടത്തും സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പുകളിലൂടെയാണ്, കാരണം ഇത്രയും പൊക്കം ഉള്ളതുകൊണ്ട് താഴ്ന്ന സ്ഥലത്തുനിന്ന് പൊക്കത്തേക്ക് പോകാനായിട്ട് റോഡുകളെല്ലാം നടന്നു പോകുന്നവർക്ക് സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് നേരെ മുകളിലേക്ക് കയറാനുള്ളൊരു, ഇപ്പോൾ കാണുന്ന സ്റ്റെപ്പ് കണ്ടത് അങ്ങ് ആ മലയുടെ മുകളിൽ വരെ പോകുന്നുണ്ട്. അത്രയും നമുക്ക് നടന്ന് കയറാനുള്ള ഒരു സംവിധാനവും ചെയ്തിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് മുന്തിരിച്ചെടികളൊക്കെ നമ്മുടെ വീടിൻ്റെയൊക്കെ പിറകിൽ സാധാരണ കാണുന്ന മരങ്ങൾ, അതായത് യൂറോപ്പിൻ്റെ തനത് മരങ്ങളായ എന്താ പറയുക ഗ്രേപ്സ് ആണ് പല വീടിൻ്റെയും മുറ്റത്തും അവരുടെ കാർ പാർക്കിങ്ങിൻ്റെ മുകളിൽ, അതായത് കാർ പാർക്കിങ്ങിൻ്റെ ആ ഒരു ഇതിൻ്റെ ഗ്രേപ്സിൻ്റെ ഇത് പടർത്തി വിട്ടേക്കാണ്. പിന്നെ മാതള നാരങ്ങ, പമഗ്രനേറ്റ്, അതൊക്കെ കാണാം. അങ്ങനെ ഒത്തിരി ഇത് കാണാനുണ്ട്, കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു മ്യൂസിക്കൽ ജേർണിയാണിത്. ഈ മ്യൂസിക്കൽ ജേർണി എല്ലാവരും എൻജോയ് ചെയ്യുക. അടുത്ത വീഡിയോ ഡുബ്രോണിക്കിലായിരിക്കും വരുന്നത്. പിന്നെ ഈ ഡുബ്രോണിക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ര പെട്ടെന്ന് ജയിച്ചില്ല. ഇത് എന്താണ് ഈ സംഭവം? ഈ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലാതെ ഗെയിം ഓഫ് ത്രോൺസ് അതിൻ്റെ പല കിങ്സ് ലാൻഡിംഗ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്ഥലങ്ങളൊക്കെ അത് ഈ ഡുബ്രോണിക്കിലെ സിറ്റിയിലാണിത്. ഓൾഡ് ടൗണിലാണിത് മൊത്തം ഷൂട്ട് ചെയ്തേക്കണത്. ഡുബ്രോണിക് എന്ന് പറഞ്ഞാൽ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ലൊക്കേഷനാണ്. അപ്പോൾ പിന്നെ ഇവിടുത്തെ പല മ്യൂസിയങ്ങളിലും ഇവിടത്തൊക്കെ വിസിറ്റ് ചെയ്ത് കയറണമെങ്കിൽ എൻട്രൻസ് ഫീ ഉണ്ട്. അപ്പോൾ കോട്ടകൾ കൊണ്ട് സമ്പന്നമായ ഒരു പുരാതനമായ നഗരമാണ്. ഏകദേശം 10ാം നൂറ്റാണ്ടിൽ ഉള്ള കോട്ടകളാണ് ഇപ്പോഴും പ്രിസർവ് ചെയ്യുന്നത്. യൂറോപ്പിലെ ഒത്തിരി പഴക്കമുള്ള കോട്ടകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം അങ്ങനെ കുറച്ചുണ്ട്. ഇനി അടുത്ത വീഡിയോ വരുന്നതും ഈ ഡുബ്രോണിക് സിറ്റി ആയിരിക്കും, ഓൾഡ് ടൗൺ ആയിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. കാരണം ഞാനിത് ഈ വ്ലോഗ് ചെയ്യാണ്ട് ഇതൊരു മ്യൂസിക്കൽ ജേർണിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് എൻജോയ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു.
pomegranate. Yeah. Wow. What is this? It's also pomegranate. Pomegranate.
Oh, this is a nice. ഓ എത്ര ആട്ടുകളാണ് വന്ന് കിടക്കണേ. കേബിൾ കാർ പോകുന്നുണ്ട്. ഇത് കേബിൾ കാർ. Nice, huh? Slowly it's going. There also one same picture was there. It's on the carved on the rock. To be very careful because if he fell down, it will be a good feeling. How are they going there? Ah, like this.